ഈ ബറാഅത്ത് രാവിലും ബറാഅത്തിന്റെ പകലിലൊക്കെ സ്പെഷ്യലായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ ഒരു ദിക്ർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ദിക്ർ അത് എത്ര പ്രാവശ്യമാണ് മഹാന്മാർ പറയുന്നു? ആ ഒരു ദിക്ർ 70 വട്ടം പറയണമെന്നാണ്. ബറാഅത്ത് രാവിലും പകലിലുമൊക്കെ. ബറാഅത്ത് രാവിലെ 70 പറയാം. ബറാഅത്തിന്റെ ദിവസം ചൊവ്വാഴ്ച പകൽ നോമ്പായിരിക്കുമല്ലോ, അന്നും നമുക്ക് എന്ത് ചെയ്യാം? അത് 70 വട്ടം പറയാം. ഒരുപാട് പ്രതിഫലമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അതെങ്ങനെയാണ് ഓതേണ്ടത്? അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്, ഇസ്തിഗ്ഫാറാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? ബറാഅത്ത് രാവിലും പകലിലും മാത്രമല്ല, ഇന്നേ നമുക്ക് ഓതി തുടങ്ങാം, ഇപ്പോഴേ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒരുപാട് പ്രതിഫലമുണ്ട്. ഏതാണത്? അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ സഹനം നൽകുന്നവനാണ്. പടച്ചവനേ അല്ലാഹുവേ, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്. അല്ലാഹുവേ, അതെല്ലാം നീ എനിക്ക് സഹനം നൽകി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്. നിന്റെ കരുണ കൊണ്ട് എൻ്റെ എല്ലാ തെറ്റുകളും എൻ്റെ എല്ലാ അബദ്ധങ്ങളും നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ ഒരു ദിക്ർ 70 വട്ടം പറയണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റുണ്ട്. ഏതാണത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ഒരു ദിക്ർ 100 വട്ടം പറയണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ബറാഅത്ത് രാവിലെ എന്നും പകലിന്റെ എന്നും മാത്രമല്ല, ഇന്നു മുതലേ നമുക്ക് പറയാൻ അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട്, അള്ളാഹുവിന്റെ ഒരു നാമമുണ്ട്, അള്ളാഹുവിന്റെ ഒരു പേരുണ്ട്. ഈ പേരാരൊക്കെ പറയുന്നോ അവരെ എല്ലാവരെയും അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല, അവർക്ക് കൂടുതൽ അല്ലാഹു തആല കരുണ ചൊരിയുന്നതാണ്. അല്ലാഹുവിന് അവരോട് കൂടുതൽ മഹബ്ബത്ത് ഉണ്ടാകുന്നതാണ്. ഏതാണ് അല്ലാഹുവിന്റെ ആ ഇസ്മ? അത് മറ്റൊന്നുമല്ല, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇത് നമ്മൾ പ്രത്യേകമായി സ്പെഷ്യലായി പറയണം.